ഹരിയൂടി ചേരുന്നുണ്ടോ? ഹരി ഒരു എന്താണ്, ഒരു കായിക എക്സ്പേർട്ട് കൂടാണല്ലേ? കായികം ഇഷ്ടമാണ്. സ്പോർട്സുമാണ് താല്പര്യം, പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസവും കൂടിയാണ്. സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഓൺ എയറിൽ ഹരി വേറൊരു മനുഷ്യനാണ്. ഡെസ്കിൽ കാണുന്ന ഹരിയല്ല, ഭയങ്കര ആവേശവും ഭയങ്കര ഇൻഡെപ്ത് നിരീക്ഷണമാണ്. ഇഷ്ടമാണ് അത്രയധികം. അതുകൊണ്ട് നമ്മളത് കൂടുതൽ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് മാത്രം. ക്രിക്കറ്റിനെ അങ്ങനെയാണ്, ക്രിക്കറ്റും അങ്ങനെയാണ്. ക്രിക്കറ്റാണ് മെയിൻ ആയിട്ട്. പിന്നെ ഫുട്ബോളും അല്ലാതെ ഇപ്പൊ സൂപ്പർ ലീഗ് ഒക്കെ വരാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. അതെ, തീർച്ചയായും. അതായത് ഇനി ക്രിക്കറ്റ് ആവേശമാണ്. കാര്യവട്ടത്ത് പ്രത്യേകിച്ചും മോഹൻലാൽ ബ്രാൻഡ് അംബാസഡറായി BCCയും KCAയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. തിരുവനന്തപുരം മറ്റൊരു ആവേശ ലഹരിയിലേക്ക്. തിരുവനന്തപുരത്തിലെ കേരള ക്രിക്കറ്റിന്റെ വിപ്ലവകരമാണ്. കാരണം പ്ലേയേഴ്സ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ടൂർണമെന്റ് കൂടിയാണ്. കേരള ക്രിക്കറ്റിനെ തന്നെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു കഠിനമായ ശ്രമത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ടൂർണമെന്റ് കൂടിയാണ്. തീർച്ചയായും നമ്മളൊപ്പം ഒരു പ്രധാനപ്പെട്ട ആൾ അതിഥിയായി ഉണ്ട്, പരിചയപ്പെടുത്താം. നമ്മളോടൊപ്പം ബേസിൽ തമ്പിയാണ് ചേരുന്നത്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ക്യാപ്റ്റനാണ് ബേസിൽ. ബേസിൽ, നമസ്കാരം. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ബേസിൽ, ഒരു വലിയ ദിവസത്തിന് ഒരു തുടക്കമാണ് സെപ്റ്റംബർ 2-ാം തീയതി. കാരണം കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ TNPL കണ്ടിട്ടുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വരുന്ന ഇപ്പോൾ ഡൽഹി പ്രീമിയർ ലീഗ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും KCL തുടക്കം കുറിക്കുന്ന സമയത്ത് ഇപ്പോൾ കൊച്ചിയിൽ തന്നെയുള്ള പ്ലെയേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കി കൊച്ചി ഉൾപ്പെടെയുള്ള 6 ഫ്രാഞ്ചൈസിലുള്ള പ്ലെയേഴ്സ്, ഇവർക്ക് എല്ലാവർക്കും ഒരു പുതിയ സ്വപ്ന വാതിൽ തുറക്കുന്ന ഒരു ദിവസവും കൂടിയല്ലേ ഇന്ന്. ബേസിൽ എന്താണ് തോന്നുന്നത്? ആ ഒരു പ്ലെയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പോഷർ, IPL-ലേക്കും കൂടി ഒരു വാതിൽ, അങ്ങനെയുള്ള ഒരു ചിന്തകളൊക്കെ തന്നെ തുടക്കം കുറിക്കുന്ന ഒരു ദിവസവും കൂടിയല്ലേ ഇന്ന്? തീർച്ചയായിട്ടും. നേരത്തെ പറഞ്ഞ പോലെ ഇത് കുറേ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം വരുന്ന ഒരു ദിവസമാണ്. കാരണം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു 6 years അല്ലെങ്കിൽ 4 to 5 yearsന്റെ ഒരു വലിയൊരു പ്ലാനിങ്ങിലൂടെ വന്നതാണ് ഈ KCL എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന് ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കുറേ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇവിടെയുള്ള കേരള ക്രിക്കറ്റ് പ്ലെയേഴ്സിൻ്റെ വലിയൊരു സ്വപ്നത്തിന് വാതിൽ തുറക്കുകയാണ്. കാരണം അവർ വീട്ടിലിരുന്ന് കണ്ട സ്റ്റാർ സ്പോർട്സിലും അതേപോലെ തന്നെ IPL സ്വപ്നം കാണുന്ന, അല്ലെങ്കിൽ കേരള ടീമിലേക്ക് ഇടം നേടാൻ സ്വപ്നം കാണുവാനായിട്ട് ഒരു വലിയൊരു ലാഡറായിട്ട് ഇവർക്ക് KCL കാണാം. അത് വലിയൊരു സ്വപ്നമാണ്. കാരണം യങ്സ്റ്റേഴ്സിനെ പോലെ അല്ലെങ്കിൽ വരുന്ന ആൾക്കാർക്കും വലിയൊരു ആവേശം തരുന്ന ഒന്ന് തന്നെയാണ് KCL. നമ്മുടെ നാട്, കേരളം പ്രത്യേകിച്ച് പ്രതിഭാദാരിദ്ര്യമുള്ള നാടല്ല. ഒരുപാട് പ്ലേയേഴ്സ്, നമുക്ക് ഒരുപാട് സംവിധാനങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് പേർ ഉയർന്നു വരുന്നുണ്ട്. അവർക്കൊക്കെ ഒരു പുതിയ അവസരം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നേരത്തെ അവസരം കിട്ടാതെ മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് ആളുകളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ പുതിയ കുട്ടികൾക്ക് ഇതൊരു പുതിയ അവസരമായി കൂടി കാണണം, അവരുടെ കഴിവ് തെളിയിക്കാൻ, അവർക്കൊരു എക്സ്പോഷർ കിട്ടാൻ, അല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ കേരള ക്രിക്കറ്റ് കേരളത്തിൽ ഇഷ്ടംപോലെ നമ്മൾ അറിയാതെ പോയ, അല്ലെങ്കിൽ റെക്കോർഡിംഗ് മാത്രമല്ല, നമ്മൾ മാച്ചസ് ഒന്നും കാണാതെ, ഈ ടൂർണമെന്റ്സ് ഒന്നും ലൈവ് വരാതെ, ഈ ഫ്രണ്ടിലേക്ക് വരാതെ ഒരുപാട് പ്ലേയേഴ്സ് ഒരുപാട് രാജ്യങ്ങളിലേക്ക് നമ്മൾ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവരുടെ എല്ലാം കാണാനായിട്ടൊരു അവസരമാണിത്. ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരം KCL കൂടെ വരികയാണ്. അതുപോലെ തന്നെ അവർ പെർഫോമൻസ് IPL-ലേക്ക് എത്തുവാനും IPL സ്ക്വാഡുകൾ കളി കാണാൻ വരുവാനുള്ളൊരു അവസരം നമ്മുടെ കാര്യവട്ടത്തുണ്ട്. കാരണം ലാസ്റ്റ് ഒരു 5 years ആയിട്ട് നമ്മൾ T20 കേരള ക്രിക്കറ്റ് നമ്മുടെ സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ T20 എപ്പോഴും നമ്മൾ മാച്ച് കളിക്കാൻ പോകുന്ന സമയത്തായാലും എതിർ ടീമിനായാലും കേരള നമ്മുടെ ഗ്രൂപ്പിലാണെന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഫീലുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ വലിയൊരു കാരണം. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്കൊരു അവസരം, IPL പോലുള്ള ഒരുപാട് ഫ്രാഞ്ചൈസികളുടെ സ്ക്വാഡുകൾ കളി കാണാൻ വരും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആരും അറിയപ്പെടാതെ പോയ ഒരുപാട് പ്ലെയേഴ്സിന് അത് ഉപകാരപ്പെടും. ബേസിൽ, അതോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള പ്രാക്ടീസ് സെഷൻ എങ്ങനെയായിരുന്നു? കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അധികം സമയം ഇവർക്ക് കിട്ടിയിട്ടില്ല. പെട്ടെന്നായിരുന്നു ടീമിന്റെ ഒരു ഫോർമേഷൻ തന്നെ ഉണ്ടാവുന്നതൊക്കെ തന്നെ ആളുകൾ കൂടിയാണ്. പക്ഷെ ഒരു ടീമായിട്ട് വരുമ്പോഴേക്കും ഒരു ജെല്ലാവുക, സിങ്ക് ആവുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയം മാത്രമാണ്. അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇത് വളരെ ഷോർട്ട് പീരീഡ് നോട്ടീസിലാണ് ഇതെല്ലാം നടന്നത്. കാരണം ഓപ്ഷൻ ആണെങ്കിലും നമ്മൾ പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്തു, അവർക്കുള്ള കാര്യങ്ങളാണെങ്കിലും ഇതെല്ലാം വളരെ ഷോർട്ട് ടൈം പീരീഡിലായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഒരു 14 days ആയിട്ട് 2 weeks ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു 4 പ്രാക്ടീസ് മാച്ചസ് കളിച്ചു.
പിന്നെ നമ്മൾ കുറേ ഗെയിം ആക്ടിവിറ്റീസ് ചെയ്ത് നമ്മളൊരു ഫാമിലി ആയിട്ട് ജെല്ല് ചെയ്യാനും അല്ലെങ്കിൽ ടീമായിട്ടൊരു ജെല്ല് ചെയ്യാനായിട്ട് നമ്മുടേതായ ഒരുപാട് നമ്മുടെ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഡിന്നർ കഴിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുക, പുറത്ത് പോയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഫൺ എക്സ്പീരിമെൻറ്റ് ചെയ്യുക. സോ ലാസ്റ്റ് ഒരു 14 days ആയിട്ട് ഞങ്ങളെല്ലാം ഒരുമിച്ചുണ്ട്. ഇതൊരു ഫാമിലി ആയിട്ട് കൊണ്ടുപോകണം, ഒരു ടീമാണ്, അതൊരു ഫാമിലിയിലേക്ക് മാറ്റണം, എങ്കിലാണ് നമുക്ക് കപ്പ് എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുക. സോ അതിനുവേണ്ടി നമ്മൾ ലാസ്റ്റ് ഒരു 14 days നമ്മൾ ഒരുപാട് രീതിയിലുള്ള പ്രാക്ടീസ് സെഷൻസുകൾ, നമുക്ക് 4 പ്രാക്ടീസ് മാച്ചസ് കിട്ടി. കാര്യവട്ടത്ത് തന്നെ നമ്മളൊരു ലാസ്റ്റ് ഒരു 10 days ആയിട്ടുണ്ട്. സോ ഇത് തന്നെ നമ്മളൊരു ജെല്ലിങ് ടീമായിട്ട് നമ്മൾ മാറി. ഐ തിങ്ക് വി ആർ ഗുഡ് ടു ഗോ. ഐ തിങ്ക് ബേസിൽ ഈ കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം KCAയും ഒപ്പം നമ്മുടെ ക്രിക്കറ്റ് അസോസിയേഷനും BCCAയും ഒക്കെ ചേർന്ന് സംഘടിപ്പിക്കുന്ന ഒരു ടൂർണമെൻ്റാണ്. അവിടെ ഈ നിയമാവലികളെല്ലാം ഇന്റർനാഷണൽ ക്രിക്കറ്റിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അത്തരം കാര്യങ്ങൾ? ഒരു സാധാരണക്കാർക്കൊക്കെ അറിയാനൊരു കൗതുകം കാണും. പൂർണ്ണമായും എല്ലാ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിനോട് ചേർത്ത് വെച്ച് തന്നെയാണോ? അത് എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു മത്സര രീതികളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്? ഒന്നും മാറ്റം വന്നിട്ടില്ല. നമ്മുടെ IPL ഫോമാറ്റിൽ തന്നെയാണ് മാച്ചസ് നടക്കുന്നത്. കുക്കാബ്ര ബോളിലാണ് നടക്കുന്നത്. അതുപോലെ ഇമ്പാക്ട് പ്ലെയർ ഉണ്ട്. അതുപോലെ കറക്റ്റ് ടൈമിന് നമ്മൾ ഓവേഴ്സ് തീർത്തില്ലെങ്കിൽ ഒരാൾ അകത്ത് വരും. ആ സെയിം റൂളിൽ തന്നെയാണ് പോകുന്നത്. സെയിം BCCയും കേരള ക്രിക്കറ്റ് അസോസിയേഷനും ചേർന്ന് നടത്തുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ നിയമത്തിനോ റൂൾസിനോ ഒരു മാറ്റമില്ല. സെയിം എങ്ങനെയാണോ IPL ഫോമാറ്റ് ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ KCLലും നടക്കുന്നത്. ബേസിൽ ഈ ഇമ്പാക്ട് പ്ലെയർ റൂൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ജസ്റ്റ് ബേസിൽ ഒരു പെർസ്പെക്റ്റീവ് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇമ്പാക്ട് പ്ലെയർ റൂള് IPL വന്നതിന് ശേഷം തന്നെ കുറച്ച് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇമ്പാക്ട് പ്ലെയർ വരുന്ന സമയത്ത് ഒരു ബൗളറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ബാറ്റ്സ്മാൻ വരുന്നു, അതൊരു 12 പ്ലെയേഴ്സായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരു ബൗളർ കളിക്കുന്നുണ്ടെങ്കിൽ ഒരു ബൗളറിനെ വെച്ച് തന്നെ മറ്റൊരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് മാറ്റുക, അങ്ങനെ തുടങ്ങി കുറേ സംശയങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഉള്ളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ചോദിക്കുന്നില്ല, പക്ഷേ എന്നാൽ പോലും ആ ഒരു ഇമ്പാക്ട് പ്ലെയർ റൂളിനെ ബേസിൽ സ്വാഗതം ചെയ്യുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ബോളർ ആണ് കയറുന്നതെങ്കിൽ ഒരു ബോളർ വരണം, അങ്ങനെ ഒരു ഫീൽ ആണെങ്കിൽ നല്ലതായിരിക്കും. കാരണം അതിൻ്റെ ഒരു കാര്യങ്ങളാണ് IPLിലൊക്കെ വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വേൾഡ് കപ്പിൽ ഇമ്പാക്ട് പ്ലെയർ ഇല്ലാതിരുന്നത്. കാരണം നമ്മൾ ലാസ്റ്റ് കളി ഇപ്പോൾ നടന്ന വേൾഡ് കപ്പിൽ ഇമ്പാക്ട് പ്ലെയറിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല. കാരണം ഓൺലി നമ്മൾ IPLിലാണ് കണ്ടത്. ആ സെയിം ഫോമാറ്റിലാണ് നമ്മളിപ്പോഴും KCLൽ നോക്കുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് വെച്ച് നോക്കുമ്പോൾ യെസ് ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. നമുക്ക് ഒരു പ്ലെയറും കൂടെ എന്താ പറയുക, നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു, അവർക്ക് അവരുടെ സ്ട്രെങ്ത് എന്താണെന്നും അല്ലെങ്കിൽ എന്താണ് അവരുടെ ഉള്ളിലുള്ള അവരുടെ എന്താണെന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് നമുക്ക് അങ്ങനെ കാണാൻ നോക്കുന്ന രീതിയിലാണെങ്കിൽ നല്ലൊരു കാരണമാണത്. ബേസിലപ്പോൾ ഈ ബേസിലിൻ്റെ ടീമിനെ കുറിച്ച് ഒന്ന് വിലയിരുത്താമോ? 6 ടീമുകളും ശക്തമാണ്. 6 ടീമുകൾക്കൊപ്പവും പ്രതിഭാധനന്മാർ ഒരുപാട് പേരുണ്ട്. ബേസിലിൻ്റെ ടീമിലുള്ള പ്രതീക്ഷ എന്താണ് ബേസിലിന്? തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ 6 ടീമും നല്ല ടീമാണ്. എല്ലാവരും അത് അത്രയും ആലോചിച്ചും അല്ലെങ്കിൽ അത്രയും മീറ്റിംഗ്സ് നടത്തിയിട്ടും എടുത്തൊരു ടീമാണ് 6 ടീമുകളും. നമ്മുടെ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ടീമിൻ്റെ ഓണർ സുഭാഷ് ജോർജ് മാനുവലാണ്, UK ബേസ്ഡാണ് നമ്മൾ. അതേപോലെ തന്നെ ഈ ടീമിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കൂൾ മാനേജ്മെൻ്റ് ആണ്. അത് വലിയൊരു കാര്യം. നമ്മുടെ കോച്ച് സെബാസ്റ്റ്യൻ ആൻ്റണിയാണ്, എറണാകുളത്ത് നിന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ ടീം എന്ന് പറയുന്ന നമ്മുടെ മെയിനായിട്ട് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഓൾറൗണ്ടേഴ്സാണ്. അതേപോലെ ഒരു യങ് ഫീൽഡിംഗ് സൈഡ് നമുക്കുണ്ട്. ഈ രണ്ടുമാണ് എനിക്ക് മെയിനായിട്ട് നമ്മുടെ ടീമിനെ കുറിച്ച് മെയിനായിട്ട് നമ്മുടെ ഒരു 2 pillars എന്ന് വെച്ചാൽ ഇതാണ്. നമ്മുടെ ഏത് സമയത്ത് ഞാൻ ഗ്രൗണ്ടിൽ നോക്കിയാൽ നമുക്ക് ബോൾ ചെയ്യാൻ ഏത് സമയത്ത് എറിയാനായാലും ഏത് പ്രഷർ സിറ്റുവേഷൻ വന്നാലും ബോളിംഗ് കൊടുക്കാനായിട്ടുള്ള ഒരു ഓൾറൗണ്ടേഴ്സ് നമ്മുടെ ടീമിനുണ്ട്. അതുപോലെ തന്നെ യങ് സൈഡ് ഫീൽഡിംഗ് യൂണിറ്റ് നമുക്കുണ്ട്. സോ അത് രണ്ടുമാണ് വലിയൊരു പില്ലറായിട്ട് എനിക്ക് തോന്നുന്നത്. ബേസിൽ അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ IPLിൽ ഇപ്പോൾ ബേസിൽ വരുമ്പോഴേക്കും നമുക്കിപ്പോൾ മുംബൈയിലെ ജേഴ്സിയിൽ ബേസിലിനെ കണ്ടിട്ടുണ്ട്, നമ്മൾ ഗുജറാത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഇപ്പോൾ സച്ചിൻ ബേബി ആയിക്കോട്ടെ അല്ലെങ്കിൽ KM ആസിഫ് ആയിക്കോട്ടെ, അങ്ങനത്തെ പ്ലെയേഴ്സിനെയൊക്കെ പരിചിതമാണ് നമുക്ക്. പക്ഷേ അല്ലാതുള്ള പ്ലെയേഴ്സ് ഇപ്പോൾ നമ്മൾ IPLിലൂടെ അല്ലാതെ കാണുന്ന ഇപ്പോൾ റോഹൻ പ്രേം ആവട്ടെ, അസറുദ്ദീൻ ആവട്ടെ, നമ്മൾ അങ്ങനെയുള്ള പ്ലെയേഴ്സിനെ കുറിച്ചും സംസാരിക്കുന്നു. അവരെല്ലാവരും മാറ്റിവെക്കുന്ന ഒരു ടൂർണമെൻറ്റും കൂടിയാണിത്. ഈ TNPL ഡിണ്ടിഗൽ ഡ്രാഗൺസിൽ അശ്വിൻ ജയിച്ചതിന് ശേഷം അശ്വിൻ പറഞ്ഞൊരു കാര്യം, അശ്വിൻ തന്നെയായിരുന്നു കോച്ച്, അശ്വിൻ തന്നെയായിരുന്നു ക്യാപ്റ്റൻ. അപ്പം അവർക്ക് ഈ IPL അല്ലെങ്കിൽ അവരെ പോലുള്ള ഇൻ്റർനാഷണൽ പ്ലെയേഴ്സിന് ആ ടീമിനെ തന്നെ ഒന്ന് സെറ്റാക്കാൻ അല്ലെങ്കിൽ അവരുടെ യങ് ടാലൻസിനെ കണ്ടുപിടിക്കുക, അതിനുശേഷം അവരെ IPLിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടൂർണമെൻറ്റ് തുടങ്ങുന്ന സമയത്ത് നിങ്ങളായിരിക്കുമല്ലോ
ഒരു IPL പോയതിനു ശേഷം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു 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 ഫോർമാറ്റിൽ കളിച്ചതിന് ശേഷമുള്ള ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ്. ഈ യങ്സ്റ്റേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്താണ്? അല്ലെങ്കിൽ ഉപദേശം മാത്രമല്ല, നിങ്ങൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? കാരണം ആ ടൂർണമെന്റ് പോലെ അല്ല KCL, അവർക്ക് എല്ലാവർക്കും ഒരു വലിയ തുടക്കം. ബേസിൽ ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ ഇവർക്കൊക്കെ ഒരു വലിയ തുടക്കമാണ് ഈ ഒരു ടൂർണമെന്റ്. അവരുടെ സ്വപ്നത്തിന്റെ ഒരു തുടക്കം തന്നെയാണ് ടൂർണമെന്റ്. നിങ്ങൾ അവർ പറയുന്ന ആ സ്വപ്നത്തിൽ ചിലപ്പോൾ അതിന് മുന്നേ വന്നിട്ടുള്ളവരാണ്, ഈ IPL കളിച്ചവരുമാണ്. അപ്പോൾ നിങ്ങൾ അവരെ ബാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ പുതിയ താരങ്ങളെ അല്ലെങ്കിൽ പുതിയ വരാൻ പോകുന്ന താരങ്ങൾ? തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഇത് വലിയൊരു തുടക്കമാണ് എല്ലാവർക്കും. കാരണം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ IPL എത്തി, നമ്മൾ അവിടെ ചെയ്തു, തിരിച്ചു വന്നു, പിന്നെ നമ്മൾ IPL വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഇത് വലിയൊരു ലാഡറാണ്. അപ്പോൾ എനിക്കും ഇത് വലിയൊരു ടൂർണമെൻ്റാണ്. സോ നേരത്തെ പറഞ്ഞ പോലെ യങ്സ്റ്റേഴ്സ് വന്നിട്ട് നമ്മൾ ചോദിക്കും, ചേട്ടാ എന്താണ് എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമാണ്, ഇത്രയും നാളും അവരുടെ വീട്ടുകാർ, പപ്പയും അമ്മയും, അവരുടെ കസിൻസ്, അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും സ്റ്റാർ സ്പോർട്സിൽ ഇന്ത്യ മാച്ച് അതുപോലെ IPL കണ്ടിട്ട് ഇപ്പോൾ സ്വന്തം മകൻ്റെ ഒരു മാച്ച് അതിൽ വരുന്നു, എല്ലാവരും ഇന്ന് കാണുന്നു. സോ അവരെല്ലാം മനസ്സിലതാണ്. സോ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് അവരെല്ലാവരും കാണുന്നുണ്ടാവും, പക്ഷേ ഇത് പ്രഷർ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം അവരെല്ലാം എന്തായാലും അവർ കാണും. സോ അവർ കാണുന്നുണ്ട് എന്ന് വിചാരിച്ച് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ ഓൺ ദ ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത് ഒരു പ്രഷർ ഫീൽ ചെയ്യും. ആ പ്രഷർ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ നിങ്ങളുടെ സ്ട്രെങ്ത് അത് നമുക്ക് പുറത്തു വരില്ല. അല്ലെങ്കിൽ പ്രഷർ ഓൺ ദ ഫീൽഡിൽ ഒരു പ്രഷർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. സോ അവരെ പ്രൗഡാക്കുന്ന രീതിയിൽ ആ പ്രഷർ മാറ്റി വെച്ച് മാക്സിമം അവരെ പ്രൗഡാക്കുക. അവർക്ക് മാച്ച് കഴിയുമ്പോൾ ഓക്കെ പറയാൻ പറ്റണം, ഓക്കെ അവൻ നന്നായി ചെയ്തു കിട്ടും. അല്ലെങ്കിൽ അവരുടെ കസിൻസ്, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അവരുടെ പപ്പ അമ്മ ആരായിക്കോട്ടെ, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ അവർക്ക് പറയാൻ പറ്റണം, ഓക്കെ നന്നായി ചെയ്തു കിട്ടോ മകൻ. ആ ഒരു ഫീൽഡിലേക്ക് എത്താൻ പാകത്തിന് അത് മനസ്സിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്. അല്ലാതെ അവർ കാണുന്നുണ്ട് അയ്യോ എനിക്ക് നന്നായി ചെയ്യണം എന്നൊരു മൈൻഡ് ഫുള്ളായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ ഇതൊരു മൈൻഡ് ഗെയിമാണ്. ആരാണോ ആ ബാറ്റ്സ്മാൻ്റെ മുകളിൽ ബോളർ വരുവാണെങ്കിൽ ആരാണോ ആ മൈൻഡിൽ ജയിക്കുന്ന ആൾ അവിടെയാണ് വിജയം വരുന്നത്. സോ എനിക്ക് തോന്നുന്നു അതൊരു വലിയൊരു കാര്യമുണ്ട്. കാരണം നമ്മൾ ഒരുപാട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രഷറിലേക്ക് ആവും. സോ മേക്ക് ഇറ്റ് വെരി സിമ്പിൾ. നമുക്ക് എന്താണോ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ അത് കറക്റ്റ് സമയത്ത് കറക്റ്റ് സിറ്റുവേഷനിൽ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ അതാണ് നമ്മൾ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്തും പറയാൻ എനിക്ക് തോന്നുന്നു എല്ലാ ടീംസിലും ഇത് തന്നെയായിരിക്കും പറയുക. കറക്റ്റായിട്ട് ആ ഒരു മൈൻഡ് ഫ്രീ ആക്കി വെക്കുക എന്നുള്ളൊരു കാര്യം തന്നെയായിരിക്കും പറയുക. തീർച്ചയായും അത് ബേസിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ കേരള ഈ ക്രിക്കറ്റ് അറിയപ്പെടുക ഈ ടൂർണമെന്റിന് മുൻപും ശേഷവും എന്നായിരിക്കണം. അത്രത്തോളം വലിയ വിപ്ലവമാണ് നടക്കാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാർക്കുള്ള അവസരങ്ങൾ കിട്ടുന്ന പശ്ചാത്തലം കൂടി ഒരുങ്ങുന്നു. നമുക്കറിയാം എത്രയോ നമ്മുടെ താരങ്ങൾ, എത്രയോ പ്രഗത്ഭരായ താരങ്ങൾ ഇത്തരം അവസരങ്ങൾ ഇല്ലാതെ പുറകോട്ട് പോയ ഒത്തിരി ആളുകളുണ്ട്. അവർക്കൊക്കെ അവരെയൊക്കെ നമ്മൾ ഓർക്കണം ഈ ഘട്ടത്തിൽ കൂടി. നമ്മുടെ പ്രഗത്ഭരായ നിരവധി ആളുകളെ, നമ്മുടെ പുതിയ കുട്ടികൾക്ക് പക്ഷേ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കിട്ടുക എന്നുള്ള ചെറിയ കാര്യമല്ല. അതിൽ ബേസിൽ തമ്പിയെ പോലുള്ളവർ വഹിക്കുന്ന പങ്കും ചെറുതല്ല. എക്സ്പീരിയൻസ് ഈ പുതിയ ആളുകൾക്ക് പകർന്നു കൊടുക്കുന്നതും ഏറെ പ്രധാനമാണ്. തീർച്ചയായും. കാരണം അതോടൊപ്പം തന്നെ ഒരു കാര്യം പ്രേക്ഷകരോട് പറയാനുള്ളത്, 2-ാം തീയതി അതായത് ഇന്ന് തൊട്ട് 18-ാം തീയതി വരെയാണ് ടൂർണമെന്റ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. എൻട്രി ഫ്രീ ആണ് എന്നുള്ളത് സംബന്ധിച്ചാണ്. അതുകൊണ്ട് തന്നെ ബേസിലല്ലേ എല്ലാ പ്ലെയേഴ്സിനെയും തന്നെ കാണികൾ വന്ന് സപ്പോർട്ട് ചെയ്യണം, അവരെയൊക്കെ ബാക്ക് ചെയ്യുക. എൻട്രി ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മുന്നുണ്ടായിരുന്ന വിമർശനം എന്ന് പറയുന്നത് കളി കാണാൻ ഗ്രൗണ്ടിൽ ആളുകൾ വരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഓഡിയോ മാച്ചസ് ഉൾപ്പെടെ, ഇന്റർനാഷണൽ മാച്ചസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു, വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാതെ ടൂർണമെന്റ് വിജയിപ്പിക്കുക എന്നുള്ളതും കൂടിയല്ലേ ഉത്തരവാദിത്വം. അതെ തീർച്ചയായിട്ടും. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കുറേ പേർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതേപോലെ തന്നെ ഇവർ നന്നായി ചെയ്യുന്ന സമയത്താണ് അവർക്കൊരു IPL അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലേക്ക് എത്താൻ പറ്റുന്നത്. പക്ഷേ ഇതിനെല്ലാം ഇവർ നന്നായി ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നന്നായി വരുന്നത് നമ്മുടെ കേരളമാണ്. കേരള ടീമിലേക്ക് നമുക്ക് ഒരുപാട് പേരെ നമുക്ക് കിട്ടുന്നു. നമ്മുടെ ഒരു ബെഞ്ച് ഭയങ്കര സ്ട്രോങ് ആവുന്നു. ഇനി അല്ലെങ്കിൽ നമ്മുടെ ബെഞ്ച് ഭയങ്കര സ്ട്രോങ് ആണ്. ആ ബെഞ്ചിലേക്ക് നമ്മൾ അറിയപ്പെടാതെ പോയ അല്ലെങ്കിൽ അവസരങ്ങൾ ലഭിക്കാത്ത ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അവർക്കും കൂടി ഒരു അവസരമാണിത്. അപ്പോൾ എല്ലാവരും വന്ന് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. ആ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു എനർജിയിലായിരിക്കണം നമ്മുടെ കേരള ക്രിക്കറ്റും എന്താ പറയുക മുകളിലേക്ക് എത്തും. നമ്മുടെ കേരള ക്രിക്കറ്റിൽ നിന്നും ഒരുപാട് പേര് ഇനിയും IPL-ലും ഇന്ത്യൻ ടീമിലേക്കും എത്തണമെങ്കിൽ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സോ നമ്മുടെ ഇന്ന് മാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. സോ എല്ലാവരും വരണം, സപ്പോർട്ട് ചെയ്യണം, എല്ലാ ടീമിനെയും സപ്പോർട്ട് ചെയ്യണം. ശരി, നന്ദി ബേസിൽ തമ്പി. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം, താങ്കളുടെ വിലപ്പെട്ട സമയമാണ്, വലിയ തിരക്കിലാണ്, ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് പ്രേക്ഷകരോട് സംബന്ധിച്ചത്. താങ്ക് യു. നന്ദി ബേസിൽ.